നമുക്കൊരു അടിപൊളി പരിപ്പ് കറി കണ്ടാലോ. ഇതിൽ ഞാൻ ചെറുപയർ പരിപ്പാണ് എടുത്തേക്കുന്നത്. ആദ്യം തന്നെ അതൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. വറുത്ത ശേഷം മാത്രം അത് കഴുകുക. അതിന് മുന്നേ കഴുകേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായി കഴുകിയ ശേഷം ഇതൊരു കുക്കറിലേക്കിട്ട് വെള്ളം മാത്രം ഒഴിച്ച്, അത് നെകക്കെ വെള്ളം ഒഴിക്കണം, വെള്ളം മാത്രം ഒഴിച്ച് അതൊരു 2 വിസിൽ അടിച്ചെടുക്കുക. എന്നിട്ട് ഇന്നൊരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 2 തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. 2 പച്ചമുളകും കൂടെ ചേർക്കുക. ഇതൊന്ന് വഴണ്ട് വന്ന ശേഷം ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഓരോ സ്പൂൺ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയിട്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഇതൊന്ന് വെന്ത് വന്നതും ഇതൊരു പൊട്ടറ്റോ മാഷോ തവിയോ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് ബട്ടറിൻ്റെ അകത്ത് ജീരകവും വറ്റൽമുളകും വെളുത്തുള്ളിയും 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കടുക് പൊട്ടിച്ച് ഇതാ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ച് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് വാങ്ങിയാൽ കറി റെഡി.